ഹായ് ഫ്രണ്ട്സ്, 5 ലീവ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ പൊള്ളിച്ചതെന്ന് കേട്ടോ. നല്ല ഹെൽത്തി ഫുഡ്, അടിപൊളി ടേസ്റ്റുള്ള അഡാർ ഐറ്റം. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നന്നാക്കുന്ന ഇതിലാണ് കേട്ടോ. ഒരു മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഞാനെല്ലാം അങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇടുക ചെയ്യുക. പിന്നെ അതിന് ശേഷം ഓരോന്നും എടുക്കുന്നത്. ഇപ്പോൾ പച്ചമുളക് വൃത്തിയാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കണം. നന്നായി അരഞ്ഞോട്ടെ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ ഈ 3 ഐറ്റം അരച്ച് മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. അപ്പോൾ ഇത് അരച്ച് മാറ്റി വയ്ക്കുക. ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, അതിൽ ചിക്കൻ ഒരു ചിക്കൻ മേടിച്ച് 8 പീസാക്കുക നല്ലത്. എന്നിട്ട് നമ്മൾ ചതക്കണ ഇതുകൊണ്ടൊന്ന് ഇടിച്ച് ചതച്ചിട്ട് ആ ചിക്കനൊന്ന് സോഫ്റ്റ് ആക്കണം. അപ്പോൾ അങ്ങനെ ആക്കി വെച്ച ചിക്കൻ സോഫ്റ്റാക്കി ഇടിച്ച് ചതച്ച ചിക്കനിലേക്ക് നമുക്ക് അൽഫാമിൻ്റെയൊക്കെ പാകത്തിന് ആക്കില്ല. അങ്ങനെ ഞാനിത് കറുക്കി മേടിച്ച ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഉണ്ടാക്കിയത് മാത്രമാണ്. എൻ്റെ കൂട്ടുകാരിക്ക് ഇപ്പം തന്നെ കഴിക്കണമെന്ന് ഒരു പൂതി കൊണ്ട് അങ്ങനെ ചെയ്താൽ. അപ്പോൾ ആ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പിടാം, പിന്നെ ഇതിലേക്ക് മുളക് പൊടി വേണ്ട, മല്ലിപ്പൊടി വേണ്ട. ഇതിലേക്ക് മെയിൻ വേണ്ടത് കുരുമുളകാണ്. കുരുമുളകും പച്ചമുളകിൻ്റെ ഇതാണ് വേണ്ടത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ കുരുമുളകാണ് ഞാൻ ഇട്ടത്. ഞാൻ 2 കിലോൻ്റെ ചിക്കനാണ് കേട്ടോ മേടിച്ചത്. എന്നിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അരപ്പീന്നൊക്കെ അതിലേക്ക് ചേർക്കണം. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അതിൻ്റെ പകുതിശി എടുക്കുക, പകുതി അവിടെ തന്നെ വയ്ക്കുക. നമുക്ക് മസാല കൂട്ടണതിലേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാത്തിനും പകുതിശി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ തിരുമ്പി സെറ്റാക്കണം. അപ്പോൾ നമുക്ക് അൽഫാമിൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാകുമ്പോൾ മറച്ചിടാനൊക്കെ ഒരു ഭയങ്കര ഇതാണ്, എളുപ്പമാണ്. എന്താ വെച്ചാൽ ഇതിലധികം മെഴുക്കൊഴിച്ചിട്ട് വറക്കണതല്ല, നമ്മൾ പൊള്ളിപ്പിക്കണതാണ്. അത് കാരണം കൊണ്ട് ആണ് ഈ വലിയ പീസാക്കാൻ പറയുന്നത് കേട്ടോ. എന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ തൈരാട്ടോ ഉപയോഗിച്ചത്. പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് തിരുമ്പി പിടിപ്പിക്കണം തുമ്മയ്ക്ക്. അത് കയ്യിൽ കൊണ്ടൊന്നും ടീസ്പൂൺ കൊണ്ടൊന്നും നിങ്ങൾ ഇളക്കരുത്, കൈ കൊണ്ട് തന്നെ അത് തിരുമ്പി അതിൻ്റെ എല്ലാം അവിടത്തേക്കും സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കുക. ഇത്തിരി ഉപ്പ് മുൻപന്തി നിന്നോട്ടെ, അത് വലിച്ചെടുക്കുമ്പോൾ ഉപ്പ് കുറയും. അത് നമുക്ക് ഒരു അരമണിക്കൂർ, ഏറ്റവും കുറവ് അരമണിക്കൂറാണ് കേട്ടോ. അതിൽ കൂടുതൽ വെച്ചാൽ എത്രയും നല്ലത്. തലേ ദിവസം ഇതുപോലെ പാകാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക വെച്ചാൽ ഒന്നും കൂടി സോഫ്റ്റ് ആവട്ടെ ചിക്കൻ. ഇനി വേണ്ടത് സബോളയാണ്. നമുക്ക് സബോള അരച്ച് മാറ്റി വയ്ക്കാം. അതുപോലെ മല്ലിയിലയും കറിവേപ്പിലൊക്കെ നല്ലോണം മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ടിട്ട് ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. എന്നതിന് ശേഷം അത് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇനി വേണ്ടത് ഒരു കുക്കർ, അത്യാവശ്യം വലിയ കുക്കർ. അതിലേക്ക് നിങ്ങൾ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇതുപോലത്തെ ഒരു പാത്രം അതിലേക്ക് കമത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കിണ്ണോ അല്ലെങ്കിൽ അതിലേക്ക് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഡവറിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കത് ആവി കയറ്റാൻ വേണ്ടിയിട്ടാണ്. ഇഡ്ഡലി ചെമ്പിൽ വെക്കല്, കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്നാവും. എന്നിട്ട് ആ പീസുകൾ മുഴുവൻ എടുത്ത് വയ്ക്കുക. ഗ്രേവി വെക്കേണ്ട, ഗ്രേവി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഗ്രേവി നമുക്ക് മസാലയ്ക്ക് ആവശ്യമുണ്ട്. എല്ലാ പീസും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടച്ചിട്ട് ഇത് ഒരു 2 വിസിൽ വേവിക്കണം. നല്ല വിസിൽ 2 വരുമ്പോൾ നല്ല സോഫ്റ്റായി ചിക്കൻ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വേവ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് വിസിലടിക്കാം. അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല കൂട്ടലാണ്. അപ്പോൾ സബോള അരച്ചത്, മല്ലിയില അരച്ചത്, നമ്മൾ മുന്നെടുത്തുന്ന ഇഞ്ചിയുടെ ബാലൻസും പച്ചമുളകിൻ്റെ ബാലൻസും വെളുത്തുള്ളിയുടെ ബാലൻസും ഒന്നുകൂടി നന്നായി അരച്ചോളൂ. എൻ്റെ ഇത്ര അരഞ്ഞുണ്ടായില്ല. എന്നിട്ട് 2ാമത് അരച്ചിരുന്നു. ആ ചിക്കൻ്റെ ഗ്രേവിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ അതിലിട്ടിട്ട് നല്ലപോലെ തിരുമ്പി അതൊന്ന് സെറ്റാക്കി വയ്ക്കുക. ആ സെറ്റാക്കി വെച്ചതിന് ശേഷം ഇതിൽ മുക്കിയിട്ട് വേണം നമുക്ക് ദോശക്കല്ലിൽ ഇത് വച്ചെടുക്കാൻ. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ വെന്തു, അത് മുഴുവൻ നമ്മൾ കുക്കറിൽ നിന്ന് പകർത്താം. പിന്നെ നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയോ വെച്ചിട്ട്, ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ ഒരു വാഴല വെച്ചോളൂ. എന്നിട്ട് ആ മസാല കൂട്ടി വെച്ചിട്ടില്ലേ നമ്മൾ, ആ മസാലയിലേക്ക് ഈ ആവി കയറ്റി ചിക്കൻ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ നിറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു മൂടി കൊണ്ട് മൂടുക. വെളിച്ചെണ്ണ ഇടയ്ക്കൊന്ന് തൂവി കൊടുത്താൽ മതി. ആവിയിൽ അതിരുന്ന് വെന്തിട്ട് ഇതുപോലത്തെ ചിക്കനാവും. നെയ്ച്ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയില്ല, അതുകൊണ്ട് ഞാൻ തൈരിൽ കുറച്ച് പഞ്ചസാരയും ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അത് കൂട്ടി കഴിക്കാൻ എന്തോരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ല ഹെൽത്തി ഫുഡാണ്. എണ്ണയോ ഒന്നുമില്ല, കൊളസ്ട്രോൾ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം. ഇത് തന്നെയും കഴിക്കാം, ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നും വേണമെന്നില്ല. അപ്പോൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്